നമ്മുടെ കേരളത്തിന്റെ അഭിമാനമായിരുന്നു കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് കീഴിലെ പൊതുമേഖലാ കമ്പനിയായിരുന്ന ആസ്ട്രൽ വാച്ചസ്. എന്നാൽ 2 പതിറ്റാണ്ടോളമായി ആസ്ട്രൽ വാച്ചസ് പ്രവർത്തിച്ചിരുന്ന കാസർഗോഡ് നെല്ലിക്കുന്നിലെ 2 ഏക്കർ സ്ഥലം കാട് പിടിച്ചു കിടക്കുകയാണ്. ഈ സ്ഥലത്ത് പുതിയ സ്ഥാപനം തുടങ്ങണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് നേരെ മുഖം തിരിക്കുന്നതായി മാറിയിരിക്കുകയാണ് മാറി വരുന്ന സർക്കാരുകൾ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. കാസർഗോഡ് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന നെല്ലിക്കുന്നിലെ 2 ഏക്കർ സ്ഥലത്താണ് ആസ്ട്രൽ വാച്ചസ് കമ്പനി പ്രവർത്തിച്ചിരുന്നത്. കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് കീഴിൽ പ്രവർത്തിച്ച പൊതുമേഖലാ കമ്പനിയായിരുന്നു ആസ്ട്രൽ വാച്ചസ്. 1978 ഈ സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയ സ്ഥലമാണ് ഇന്ന് കാട് കയറി കിടക്കുന്നത്. തുടക്കത്തിൽ ലാഭത്തിലായിരുന്ന കമ്പനിക്ക് പക്ഷേ പിന്നീട് പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാനായില്ല. 180 തൊഴിലാളികൾ 70കളിൽ പണിയെടുത്ത സ്ഥാപനത്തിന് 2 പതിറ്റാണ്ട് മുൻപാണ് പൂർണ്ണമായും താഴിടപ്പെട്ടത്. ഒരു വ്യവസായം വരണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പക്ഷെ ഒന്നും കാണുന്നില്ല, അധികൃതർ ഒന്നും ശരിക്കും കാണുന്നില്ല. വ്യവസായത്തിൻ്റെ നല്ലൊരു കാര്യം ഇവിടെ ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മളെ ഗേൾസ് സ്കൂളിന് വേണ്ടിയിട്ട് ഈ സ്ഥലം കൊടുക്കാമെന്ന് ഏറ്റവും നല്ലതാണ്. ഒന്നും നടക്കുന്നില്ല. ഞാൻ വന്നിട്ട് 15 വർഷം ഇതുപോലെ തന്നെ മരം മുറിച്ചു കൊണ്ടുപോയി. ഇത് മരം മുറിക്കാൻ വേണ്ടിയിട്ട് ടെൻഡർ കൊടുത്തന്നെ. നല്ല മരമെല്ലാം മുറിച്ചിട്ട് പോയി. കാസർഗോഡ് നഗരമധ്യത്തിലായിട്ടും ഇവിടെ മറ്റൊരു സ്ഥാപനം തുടങ്ങാൻ 2 പതിറ്റാണ്ടായിട്ടും മാറി വരുന്ന സർക്കാരുകൾ ശ്രമിച്ചിരുന്നില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തിരുവനന്തപുരത്തെ സെന്റർ ഫോർ മാനേജ്മെന്റ് സ്റ്റഡീസ് സ്ഥലത്തെത്തി മറ്റൊരു വ്യവസായ സാധ്യതയെക്കുറിച്ച് പഠനം നടത്തിയിരുന്നെങ്കിലും മറ്റ് തുടർ നടപടികൾ ഉണ്ടായില്ല. പുതിയ വ്യവസായ സംരംഭം വരുമെന്ന പ്രതീക്ഷയും അങ്ങനെ അസ്തമിച്ചു. വർഷങ്ങളായി കാട് പിടിച്ചു കിടക്കുന്ന കമ്പനി സ്ഥലത്ത് ഒരു താൽക്കാലിക കാവൽക്കാരൻ മാത്രമാണ് ഇപ്പോഴുള്ളത്. കാലപ്പഴക്കം കാരണം കെട്ടിടം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇടിച്ചു പൊളിച്ചു കളഞ്ഞു. വ്യവസായ വകുപ്പിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ചെറുകിട സംരംഭങ്ങൾ വന്നാൽ നിരവധി പേർക്ക് ആ മേഖലയിൽ തൊഴിൽ ലഭിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. 48 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നാടിൻ്റെ പ്രതീക്ഷയായി ഒരു വലിയ വ്യവസായ സ്ഥാപനം ഉണ്ടായിരുന്ന ഇടമാണിത്. 2 പതിറ്റാണ്ടായി ഇത് ഇതേ നിലയിൽ കാടുമൂടി കിടക്കാൻ തുടങ്ങിയിട്ട്. പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുകയാണ് പ്രദേശത്തെ നാട്ടുകാർ. കാസർഗോഡ് നെല്ലിക്കുന്നിൽ നിന്നും രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.